ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ്. പക്ഷെ ആ അഭിമാനത്തിന്റെ നിമിഷത്തിൽ രാഷ്ട്രീയം കളിക്കാൻ അല്ലെങ്കിൽ ആ അഭിമാനത്തിൽ നഞ്ചു കലക്കാൻ തീരുമാനിക്കുന്നവരെ കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ എതിരിടാൻ കേരളത്തിന്റെ പ്രതിപക്ഷം, കേരളത്തിന്റെ പൊതുമനസാക്ഷി തയ്യാറാണ്. നോക്കൂ, ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുപ്പിക്കേണ്ട ഒരു ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷ നേതാവെന്നല്ല, കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും അവിടെ പങ്കെടുത്താൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അവിടെ അലയടിക്കുമെന്നും ഉമ്മൻചാണ്ടി എന്ന വികസന ക്രാന്തദർശിത്വം കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ഈ സംസ്ഥാനത്ത് വന്നതെന്നും അത് വരുന്ന സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ ശ്രീ വി എസ് അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും, അന്നത്തെ പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും, നിയമസഭയ്ക്ക് വെളിയിൽ ശ്രീ പിണറായി വിജയൻ, അതിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ പദ്ധതിക്ക് കടക്കൽ കത്തിവെക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ജനം ഓർക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണോ സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു പോകുന്നത് എന്നാണ് ഞങ്ങളുടെ സംശയം.